തിരുവനന്തപുരം പൂവച്ചൽ സ്വദേശിയായ വിജയൻ കൃഷ്ണന്റെ ജീവിതകഥ ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. കരകൗശല ശില്പവിദ്യകളിൽ നിപുണനായ ഈ വ്യക്തി ബിസിനസ് നടത്തിയിരുന്ന പിതാവിൻ്റെ 4 മക്കളിൽ രണ്ടാമനാണ്. കുടലിലെ ക്യാൻസർ രോഗം കണ്ടെത്തിയതിനെ തുടർന്ന് മാനസികമായി തകർന്നുപോയ വിജയൻ കൃഷ്ണന്റെ ജീവിതത്തിലേക്ക് യേശുവിൻ്റെ മഹത്വം ഇറങ്ങി വന്ന അനുഭവം. എൻ്റെ സ്വന്തം സ്ഥലം കാട്ടാക്കടയ്ക്കടുത്ത് പൂവച്ചൽ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. എൻ്റെ പിതാവിൻ്റെ പേര് കൃഷ്ണനും എൻ്റെ മാതാവിൻ്റെ പേര് വിലാസിനിയുമാണ്. അവരിൽ 4 മക്കളുള്ളതിൽ രണ്ടാമത്തെ മകനാണ് ഞാൻ. എൻ്റെ പേര് വിജയൻ എന്നാണ്. എൻ്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ ഞാൻ കണ്ടെത്തിയതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ആ മഹാസന്തോഷവും യേശു ക്രിസ്തുവിനെ കാണാതിരുന്നപ്പോൾ ഞാൻ അനുഭവിച്ച ആ അവസ്ഥകളെയും കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ മാതാവിനും പിതാവിനും 4 മക്കളുള്ളതിൽ രണ്ടാമത്തവനാണല്ലോ ഞാൻ. എൻ്റെ വീട്ടിൽ വെച്ച് ഞാനൊരു പ്രത്യേകിച്ച് അവരിൽ നിന്നൊരു വളരെ വ്യത്യസ്തനായിരുന്നു. കാരണം എൻ്റെ പിതാവിന് നല്ലൊരു ബിസിനസ് സ്ഥാപനമുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങളുടെ ബന്ധുക്കളും എല്ലാവരും ബിസിനസ്സുകൾ നടത്തുന്നവരാണ്. എന്നാൽ 10ാം ക്ലാസ്സൊക്കെ പഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു നല്ലൊരു ചിത്രകാരനാകണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. എന്നാൽ എൻ്റെ പിതാവ് പല ജോലി മേഖലകളിൽ കൊണ്ട് എന്നെ പോയെങ്കിലും ഞാൻ അവിടെ ഒന്നും ജോലിക്ക് പോകുന്നുവെങ്കിലും അവിടെ നിൽക്കുമ്പോഴും എൻ്റെ താല്പര്യം എനിക്കൊരു ആർട്ടിസ്റ്റ് ആകണമെന്നുള്ളതായിരുന്നു. എന്നാൽ പല ജോലികൾ ഞാൻ ചെയ്തു. പല ബിസിനസ്സുകളിലും പല ജോലി മണ്ഡലങ്ങളിലൊക്കെ ഞാൻ ജോലിക്കായി കടന്നു പോകുമ്പോഴും എൻ്റെ ആഗ്രഹം ഒരു ചിത്രകാരനാകണമെന്നുള്ളത് തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ തിരുവനന്തപുരം സിറ്റിയിൽ ഒരു പെട്രോൾ പമ്പിൽ എനിക്ക് ജോലി ലഭിക്കാൻ ദൈവം സഹായിച്ചു. ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല ആളുകളെയും ഞാൻ പരിചയപ്പെടാറുണ്ട്. അതിൽ ഒരാളിനെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹത്തോട് ഞാൻ എൻ്റെ പ്രയാസം പറഞ്ഞ് എനിക്കൊരു ആർട്ടിസ്റ്റ് ആകണമെന്ന്. അതിൽ പ്രകാരം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനൊരു സ്ഥാപനം നടത്തുന്നുണ്ട്, അവിടെ നിങ്ങൾക്ക് വന്ന് കാണാമെന്ന് പറഞ്ഞു, താല്പര്യമുണ്ടെങ്കിൽ ആ ജോലി തുടരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് തന്നെ എൻ്റെ ജോലി വിട്ട് ഞാൻ ആ സ്ഥാപനത്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ശില്പങ്ങളുണ്ടാക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു അത്. ആ സ്ഥാപനത്തിൽ ഞാൻ ചെന്നു. ഞാൻ പ്രത്യേകമായി കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുമ്പോൾ 6 അടി താഴ്ചയിൽ നിന്നെടുക്കുന്ന കളിമണ്ണിനെ ഞങ്ങൾ അവിടെ ജോലി ചെയ്യുന്നവർ മെഷീനിൽ വെച്ചൊക്കെ അരച്ച് അതിനെ ഭംഗിയാക്കി ഒരു തരി പോലും ഇല്ലാതെ ആ കളിമണ്ണിനെ എടുത്ത് അതിൽ നിന്നാണ് പല രൂപകൽപ്പന ചെയ്യുന്നത് ഞാൻ കണ്ടു. പിന്നെ ഞാൻ കണ്ടത് ഈ ശില്പങ്ങളിലെല്ലാം നല്ല മനോഹരമായി പെയിൻ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മളിന്ന് കാണുന്നത് പോലെ അവയെല്ലാം ജീവനുള്ളതുപോലെ നമുക്ക് തോന്നും. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ അവിടെ ജോലിക്കായി പ്രവേശിച്ചു. അപ്പോൾ വൈകിട്ട് വരെ ഞാൻ അവരോടൊപ്പം ജോലി ചെയ്താൽ എനിക്ക് 1 രൂപ പോലും അദ്ദേഹം തരത്തില്ല. കാരണം ഞാൻ പണി പഠിക്കാൻ അവിടെ എത്തിയിരിക്കുക. എനിക്ക് അതിശയമാണ് ഈ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെ വന്ന് വാങ്ങുകയും ഒക്കെ ചെയ്യുമ്പോൾ
നല്ല രൂപ കിട്ടുന്ന നല്ല ബിസിനസ് ചെയ്യേണ്ട ഒരു നല്ലൊരു തൊഴിലെന്ന് എനിക്ക് മനസ്സിലായി. പലപ്പോഴും ഞാൻ വിശന്ന് ഞാനുണ്ടാക്കുന്ന ശില്പങ്ങളുടെ പുറത്തുകൂടെ ഞാൻ വീണിട്ടുണ്ട്, ആഹാരം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ഒക്കെ. എന്നാലും എൻ്റെ ഹൃദയത്തിലൊരാഗ്രഹം, എനിക്ക് ഏത് വിധേനയും ഒരു ചിത്രകാരനാകണം എന്നുള്ളതാണ്. അങ്ങനെ പണിയൊക്കെ ഞാൻ പഠിച്ചു. എൻ്റെ സ്വന്തം വീട്ടിൽ തന്നെ ഞാൻ അതിൻ്റെ വർക്കുകൾ തുടങ്ങി. നല്ല മനോഹരമായ ഒരു സ്ഥാപനം എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ തുടങ്ങി. ടോയ്സിൻ്റെ വർക്കുകൾ, ശില്പത്തിൻ്റെ വർക്കുകൾ, അതുപോലെ പെയിൻറ്റിങ്, ആർട്ട്പരമായിട്ടുള്ള എല്ലാ വർക്കുകളോടുകൂടെ ഞാൻ ആ തൊഴിൽ തുടങ്ങി. തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും എൻ്റെ വീട്ടിൽ ഒരു പാസ്റ്റർ വീട്ടിൽ വരുമായിരുന്നു. അദ്ദേഹം വന്ന് യേശുവിനെ കുറിച്ച് എന്നോട് പറയുമായിരുന്നു, വിജയൻ ബ്രദറെ യേശു സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയും, വിജയൻ ബ്രദർ യേശുവിനെ സ്വീകരിക്കണം, രക്ഷ കരസ്ഥമാക്കണം. ഇങ്ങനെ പലപ്പോഴും വന്ന് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തെ, എനിക്ക് നല്ല ദേഷ്യം വരും. കാരണം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത ഈ തൊഴിലിനെ വേണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് നല്ല ദേഷ്യമാവും. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ പലപ്പോഴും എൻ്റെ വീട്ടിൽ നിന്ന് വിരട്ടി വിട്ടിട്ടുണ്ട്. നല്ല ബിസിനസ് നല്ല രീതിയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു വയറുവേദന കടന്നു വന്നു. അടുത്തുള്ള ഹോസ്പിറ്റലിലൊക്കെ എന്നെ കൊണ്ടുപോയിട്ടും എനിക്ക് ഒരു കുറവില്ലായിരുന്നു. അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എൻ്റെ ജ്യേഷ്ഠൻ എന്നെയും കൂട്ടിക്കൊണ്ട് അവിടെ പോയി. അവിടെ ചെന്ന് ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ എനിക്ക് എട്രോസ്കോപ്പിയുടെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ടെസ്റ്റ് ചെയ്തു. ഏതാണ്ട് 6 പ്രാവശ്യത്തോളം എനിക്ക് ആ ടെസ്റ്റിന് എന്നെ വിധേയമാക്കി. 6ാമത്തെ പ്രാവശ്യം ഈ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, എട്രോസ്കോപ്പിയുടെ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പെരുവിരൽ വണ്ണമുള്ള 3 ട്യൂബാണ് നമ്മുടെ വായ്ക്കുള്ളിലേക്ക് കടത്തിവിടുന്നത്. അത് അവർ പ്രത്യേക രീതിയിലാണല്ലോ ആ പരിശോധന നടത്തുക. അങ്ങനെ ആ പേപ്പറിൽ എഴുതി തന്നു, എനിക്ക് ക്യാൻസറിൻ്റെ അസുഖമാണ്, 10 ദിവസം കഴിഞ്ഞ് ഓപ്പറേഷന് കടന്നു വരണമെന്ന് പറഞ്ഞ് എന്നെ വീട്ടിലേക്ക് അയച്ചു. വളരെ വേദനയോടെ ഞാൻ ആ ഹോസ്പിറ്റൽ വിട്ട് വീട്ടിലേക്ക് എത്തി. എങ്ങനെയാണ് ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? ഈ മാരക രോഗത്തിൻ്റെ അടിമയായി ഞാൻ തീർന്നല്ലോ എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അങ്ങനെ എൻ്റെ ജാതക നക്ഷത്രത്തിൽ, രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച എന്നെ, എൻ്റെ ജാതകവുമായിട്ട് എൻ്റെ പിതാവ് അടുത്തുള്ള ഒരു കണിയനാശാൻ്റെ അടുക്കലേക്ക്, ഒരു ജ്യോതിഷൻ്റെ അടുക്കലേക്ക് എന്നെ കൊണ്ടുപോയി. അദ്ദേഹം എൻ്റെ ജാതകം നോക്കിയിട്ട് എനിക്ക് അർബുദ രോഗം ഉണ്ടാകും എന്നും ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിലും ഞാൻ മരിച്ചു പോകുമെന്ന് അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ എൻ്റെ പിതാവ് ജ്യോതിഷനോട് ചോദിച്ചു, ഇനി ഈ രോഗം മാറാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഒരു ഏലസ് ജപിച്ച് തരാം, അത് ഇവൻ്റെ ശരീരത്തിൽ കെട്ടിയാൽ മതി എന്ന് പറഞ്ഞു രൂപയും വാങ്ങി ആ ഏലസം ജപിച്ച് കെട്ടിവിട്ടു. എന്നാൽ എനിക്ക് അന്നും എൻ്റെ രോഗം വർദ്ധിച്ചു കൊണ്ടേയിരുന്നു. എന്നെ കണ്ടാൽ ആരും പറയത്തില്ല ഞാനൊരു രോഗിയാണെന്ന്. അങ്ങനെ വേദനയോടെ ഞാൻ കഴിഞ്ഞു കൂടുമ്പോഴും
ഇനി ഹോസ്പിറ്റലിൽ പോകാൻ ചില ദിവസങ്ങൾ മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ. അങ്ങനെ വളരെ ഭാരത്തോടിരിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടു സഹോദരൻ അദ്ദേഹം വന്ന് എന്നോട് പറഞ്ഞു, തമിഴ്നാട്ടിൽ നിന്ന് ഒരു സഹോദരി താമസിക്കുന്നുണ്ട്, അവരുടെ മുന്നേ പോയ ഏത് രോഗത്തെയും മന്ത്രവാദം ചെയ്ത് മാറ്റിത്തരുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അവിടെ കൊണ്ടുപോയി എൻ്റെ പിതാവ്, എൻ്റെ മാതാവ്, എൻ്റെ 3 സഹോദരങ്ങളുമായിട്ട് എന്നെ അവിടെ കൊണ്ടുപോയി. രാത്രി 2 മണിക്ക് ശേഷം അവരുടെ മുന്നിലിരുത്തി 48 പാക്കറ്റ് മെഴുകുതിരി എൻ്റെ കൈവെള്ളയിലേക്ക് ഉരുക്കി ഒഴിച്ചു. എന്നിട്ട് ഒരു കറുത്ത കോഴി ജീവനോടെ എൻ്റെ തലയുടെ മേളിൽ വെച്ച് അറുത്ത് അതിൻ്റെ രക്തം കലശത്തിനകത്താക്കി ഞങ്ങളുടെ വീട്ടിൻ്റെ 4 ചുറ്റിലായി കുഴിച്ചിട്ടു. എൻ്റെ രോഗത്തിൽ നിന്ന് എനിക്കൊരു സൗഖ്യവും ഞാൻ മരണത്തിൽ നിന്ന് വിടുതൽ കാണാനും വേണ്ടിയായിരുന്നു എൻ്റെ ഈ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തത്, എന്നിട്ട് ചെയ്തത്. എന്നാൽ ഞാൻ ഈ വേദനകൾ സഹിച്ചു കൊണ്ടിരിക്കുമ്പോഴും വളരെയധികം സാമ്പത്തികമാകുന്ന ബുദ്ധിമുട്ടുകൾ, രോഗം, ഇവയെല്ലാം എന്നെ മുറ്റുമായി അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ആയിരിക്കുമ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള മന്ത്രവാദങ്ങളും മറ്റു രീതികളെല്ലാം ഒന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് സൗഖ്യത്തിന് കാരണമായി തീരുന്നില്ല. അങ്ങനെ മെഡിക്കൽ കോളേജിൽ പോകാനുള്ള 10 ദിവസത്തിൽ 9ാമത്തെ ദിവസം രാത്രിയിൽ ഞാൻ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ശില്പങ്ങളെ നോക്കി എന്നെ ഇനി ആരാണ് രക്ഷിക്കുന്നത്? എനിക്കിനി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എനിക്കറിയാം എൻ്റെ വയറ്റിൽ കുടലിലാണ് ക്യാൻസർ രോഗം ബാധിച്ചിരിക്കുന്നത്. ഇത് ഓപ്പറേറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞാൻ മരിക്കുമെന്ന് ഡോക്ടറല്ല ജ്യോതിൽസൻ എഴുതി വച്ചിരിക്കുമ്പോൾ ഇനി എൻ്റെ കാര്യം എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഭാരപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് രാത്രി 2 മണിക്ക് ശേഷം ഞാൻ അന്ന് ഈ വേദന കൊണ്ട് ഭാരപ്പെട്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആ പാസ്റ്റർ വന്ന് പറഞ്ഞ സുവിശേഷങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. യേശുവാണ് ജീവിക്കുന്ന ദൈവം. യേശുവിൻ്റെ അടുക്കൽ വന്നാൽ സമാധാനമുണ്ട്, സൗഖ്യമുണ്ട്, സന്തോഷമുണ്ട്. അങ്ങനെയുള്ള അനുഭവം എൻ്റെ ജീവിതത്തിലേക്ക് അന്ന് രാത്രി എൻ്റെ ഹൃദയത്തിൽ ആരോ പറയുന്നത് പോലെ തോന്നി. അങ്ങനെ ഞാൻ ദൈവത്തോട്, ക്രിസ്ത്യാനികൾ ആരാധിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, ആ ജീവിക്കുന്ന ദൈവമുണ്ടെങ്കിൽ എൻ്റെ ഈ രോഗത്തിൽ നിന്ന് എനിക്ക് സൗഖ്യം തരികയും മരണത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുകയും ചെയ്യുമെങ്കിൽ ഞാൻ ആ ദൈവത്തിനായി ഞാൻ ജീവിക്കുമെന്ന്. അങ്ങനെ അന്ന് രാത്രിയിൽ എനിക്കറിയാവുന്ന നിലയിൽ ഈ യേശുവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷം. ആ രാത്രിയിൽ എൻ്റെ ശരീരത്തിലൊരു വലിയ വെളിച്ചം വന്ന് എന്നെ പൂർണ്ണമായി യേശു സൗഖ്യമാക്കി. അങ്ങനെ രാവിലെ എണീറ്റപ്പോൾ എൻ്റെ ശരീരത്തിലാകമാനം ഒരു വലിയ സൗഖ്യം നടന്നതായിട്ട് കണ്ടു. എന്നാലും പിറ്റേ ദിവസം രാവിലെ മെഡിക്കൽ കോളേജ് അഡ്മിറ്റിനുള്ള പോകണമല്ലോ, അല്ലെങ്കിൽ അതിനുള്ള ക്രമീകരണം ചെയ്യാൻ വേണ്ടി എൻ്റെ അമ്മ കാര്യങ്ങളൊക്കെ ഒരുക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ജ്യേഷ്ഠനുമായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കടന്നു ചെന്നു. നമുക്കറിയാം മെട്രോസ്കോപ്പി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ കയ്യിൽ ഇഞ്ചക്ഷനൊക്കെ ചെയ്താണ് ആ ടെസ്റ്റുകൾ ചെയ്യുന്നത്. അന്ന് എനിക്ക് അന്ന് ആ ടെസ്റ്റിന് എന്നെ വിധേയമാക്കുന്നതിന് മുമ്പ് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, കഴിഞ്ഞ രാത്രിയിൽ എന്നെ യേശു സൗഖ്യമാക്കി, എങ്കിലും ആ ടെസ്റ്റിന് എന്നെ ഒന്ന് വിധേയമാക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഡോക്ടർ എന്നെ ആ ടെസ്റ്റിന് വിധേയമാക്കിയപ്പോൾ, പരിശോധിച്ചപ്പോൾ
എൻ്റെ കുടലിലുള്ള ആ രോഗം പൂർണ്ണമായി യേശു സൗഖ്യമാക്കിയതായി കണ്ടു. അന്നു മുതൽ ഇന്നു വരെയും എൻ്റെ ശരീരത്തിലെ ഒരു അവയവങ്ങൾക്കും, പ്രത്യേകിച്ച് കുടലിനൊന്നും ഒരു കുഴപ്പമില്ലാതെ ദൈവം എന്നെ നടത്തുന്നെങ്കിലും, എനിക്ക് സൗഖ്യം കിട്ടിയെങ്കിലും പിന്നേറ്റതിൽ ഈ യേശുവുമായിട്ട് ആരാധിക്കാനോ അല്ലെങ്കിൽ യേശുവിൻ്റെ വഴി പോകാനോ എനിക്ക് കഴിഞ്ഞില്ല. അങ്ങനെ എനിക്ക് വിവാഹം കഴിഞ്ഞു. എനിക്ക് ഒരു മോളുണ്ട്, അന്ന് മോൾക്ക് 1 വയസ്സ്. ആ സമയത്ത് ഞാൻ എൻ്റെ പിതാവിന് ഉച്ചയ്ക്ക് ഊണ് കൊണ്ടു കൊടുക്കുന്ന പോകുന്ന വഴിയിൽ, ഊണുമായി കടന്നു പോകുന്ന ആ വഴിയിൽ ഒരു മനോഹരമായ ചിത്രം തറയിൽ കിടക്കുന്നു, ട്രാക്റ്റ് തറയിൽ കിടക്കുന്നത് കണ്ടു. അതിങ്ങനെ ഞാനത് വരയ്ക്കാൻ വേണ്ടിയാണ്, ആ ചിത്രം കണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് വീട്ടിൽ കൊണ്ട് വരയ്ക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ്. പക്ഷേ ഞാനത് കൊണ്ടുവന്ന് പുറകിലേക്ക് നോക്കിയപ്പോൾ സുവിശേഷ വേലയ്ക്ക് താല്പര്യമുള്ളവർക്ക് നല്ലൊരു അവസരമെന്ന് പറഞ്ഞ് ഒരു ട്രാക്റ്റായിരുന്നു. അങ്ങനെ ഞാൻ വെറുതെ ഒരു കാർഡ് എഴുതി അതിലൊക്കെ കൊടുത്തിരുന്ന അഡ്രസ്സിൽ ഞാൻ അയച്ചു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് എൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി വന്നു. ആ പേപ്പറിലെല്ലാം എന്നെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരുന്നു അതിൽ കൊടുക്കേണ്ടത്. അതെല്ലാം ഞാൻ ഫില്ല് ചെയ്തു, ഞാൻ അയച്ചു. എങ്കിലും ആ അയച്ചതിൽ വളരെ സത്യമില്ലാത്തതുണ്ടായിരുന്നു. കാരണം പള്ളിയിൽ പോകുന്നതും സ്നാനപ്പെട്ട ഇത്യാദി കാര്യങ്ങളാണ് അതിൽ രേഖപ്പെടുക. അതൊന്നും എനിക്ക് എഴുതാൻ പറ്റാത്ത, ഞാൻ പള്ളിയിൽ പോകത്തില്ലായിരുന്നു. എന്നാൽ ചില ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ അവിടെ വിളിച്ചു, അവരെ ഓഫീസിൽ വിളിച്ചു, ഇൻ്റർവ്യൂവിന് ഞാൻ എൻ്റെ കാര്യം ഞാനിതുപോലെ പറഞ്ഞു, എനിക്ക് ബൈബിൾ പഠിപ്പാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് അവർ ഇൻ്റർവ്യൂ പാസ് ഔട്ടായി. എന്നെ തെങ്കാശിയിൽ എന്നെ ബൈബിൾ കോളേജിലേക്ക് പഠിക്കാനായിട്ട് അവസരം ഒരുക്കി തന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു. ഒരു പ്രാർത്ഥന കഴിഞ്ഞ് പിറ്റേന്ന് പോകാൻ വേണ്ടി ഞാൻ കടന്നു ചെല്ലുമ്പോൾ ആ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ പിറ്റേന്ന് രാവിലെ തന്നെ തെങ്കാശി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ബൈബിൾ കോളേജിൽ പോയത്. അവിടെ ചെന്നു. യേശുവിനോട് പ്രാർത്ഥിച്ച മനസ്സിലേക്ക് സമാധാനവും ശരീരത്തിൽ സൗഖ്യവും ഒഴുകിയിറങ്ങി. പിന്നീട് വേദപഠനത്തിനായി ബൈബിൾ കോളേജിലേക്ക് പോയി. ഇന്ന് വിജയൻ കൃഷ്ണൻ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു മിഷണറി പ്രവർത്തകനാണ്. അവിടെ ചെന്ന് ക്ലാസ്സിലൊക്കെ ഞാൻ വളരെ ഒരു വ്യത്യസ്തനായിരുന്നു. കാരണം എനിക്ക് ബൈബിൾ എടുക്കാനോ ഒന്നും അറിയാത്ത അവസ്ഥയായിരുന്നു. കാരണം ഞാൻ ലോകപ്രകാരം വീട്ടിൽ ജീവിച്ചതുകൊണ്ട്. എന്നാൽ അവിടെ ഒരു ദിവസം 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ആ ചർച്ചിൽ നടക്കുമ്പോൾ, ആ കോളേജിൽ നടക്കുമ്പോൾ അവിടെ നല്ലൊരു ആരാധന ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആ ആരാധന കണ്ടപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണോ ദൈവത്തെ ആരാധിക്കേണ്ടത് എന്നൊക്കെ ചിന്തിച്ച് ഒരു പരിഹാസ നിലയിൽ ഞാൻ അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ മീറ്റിങ്ങിൽ വെച്ച് ഞാൻ പെട്ടെന്ന് നിലത്ത് വീഴുവാനിടയായി. അപ്പോൾ ഒരു ദേവദാസൻ ഓടി വന്ന് പറഞ്ഞു, നിങ്ങൾ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കണം. ചില മിനിറ്റുകൾ കഴിയുമ്പോഴാണ് ഞാൻ നിലത്ത് വീഴുന്നത്. അങ്ങനെ അവർക്ക് മനസ്സിലായി എനിക്കെന്തോ പൈശാചികമാകുന്ന പ്രയാസം ഉണ്ടെന്നവർ മനസ്സിലാക്കി. അങ്ങനെ എന്നെ പ്രത്യേകിച്ചിരുത്തി അവരെ രാത്രിയിൽ പ്രാർത്ഥിപ്പാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾ സേവിച്ചു കൊണ്ടിരിക്കുന്ന അനേക പൈശാചിക ശക്തികൾ എൻ്റെ ശരീരത്തിൽ നിന്ന് ആ പ്രാർത്ഥനയുടെ ഫലമായി, ആ പ്രാർത്ഥനയുടെ ശക്തിയായിട്ട് ദൈവം എനിക്ക് പൂർണ്ണമായ അന്ന് ആ പൈശാചിക ശക്തിയിൽ നിന്ന് എനിക്ക് പൂർണ്ണമായൊരു മോചനം ദൈവം എനിക്ക് തന്നു. അങ്ങനെ
യേശുവിനെ സ്വീകരിപ്പാനും അവിടെ വെച്ച് എൻ്റെ രക്ഷകനും കർത്താവിനെ സ്വീകരിപ്പാൻ എൻ്റെ ജീവിതത്തിൽ ദൈവം ഭാഗ്യം തന്ന അന്ന് മുതൽ ആ ബൈബിൾ കോളേജിൽ വളരെ ആത്മാർത്ഥമായി പഠിക്കാനും ദൈവകൃപ അനുഭവിപ്പാനൊക്കെ എനിക്കിടയായി. എന്നാൽ എൻ്റെ വൈഫ് ഞങ്ങളുടെ ബൈബിൾ കോളേജിൽ വിദ്യാർത്ഥികൾക്ക് അന്ന് മണി ഓർഡറൊക്കെയാണ് പൈസ വരുന്നത്. അത് നമ്മുടെ മറ്റ് സഹോദരന്മാർക്കൊക്കെ അത് കിട്ടുമ്പോൾ അവർ വളരെ സന്തോഷമായി കടന്നു പോകുമ്പോൾ എനിക്ക് ആരും പൈസ തരാനോ ഒരു ലെറ്റർ അയക്കാൻ ആരുമില്ലാതെ ഞാൻ ഒറ്റപ്പെട്ട് അവിടെ ആയിരിക്കുമ്പോൾ എൻ്റെ വൈഫിൻ്റെ ഒരു ലെറ്റർ മാത്രമാണ് കടന്നു വരുന്നത്. അതിൽ പേച്ചിപ്പാറ ഡാം തുറന്നു വിട്ടു. ആ ഗ്രാമത്തിലുള്ള എല്ലാ വീടുകളും നഷ്ടപ്പെട്ടു. അവസാനം 3 മണിക്ക് വൈകിട്ട് 3 മണിക്ക് അവരുടെ വീടും നഷ്ടപ്പെട്ടു. അങ്ങനെ ഭയാനകരമായ അവസ്ഥകൾ. മോക്ക് ന്യൂമോണിയ ബാധിച്ചു. അങ്ങനെ വളരെ സീരിയസ് ആയിട്ടിരിക്കുന്ന അവസ്ഥകൾ. ഇങ്ങനെയൊക്കെയുള്ള വിഷമം പിടിക്കുന്ന ലെറ്ററാണ് എന്നെ ഭാരപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ ഈ ലെറ്ററുമായി ഞാൻ മരത്തിൻ്റെ ചുവട്ടിൽ ചെന്നിരുന്ന് കരയുക പതിവായിരുന്നു. എന്നാൽ എനിക്ക് ബുക്ക് വേണം, എനിക്ക് എഴുതാൻ പേന വേണം, എണ്ണ വേണം, സോപ്പ് വേണം ബൈബിൾ കോളേജിൽ. എന്നാൽ ഇതൊന്നും കിട്ടാതിരുന്ന ആ സമയങ്ങളിൽ രാത്രിയിൽ ഉറങ്ങി രാവിലെ എണീക്കുമ്പോൾ എൻ്റെ കൂട്ടു സഹോദരന്മാർ വന്ന് പറയും, വിജയൻ ബ്രദറെ, കർത്താവ് ഇന്നലെ രാത്രി യേശു എന്നോട് പറഞ്ഞു എനിക്ക് പേനയില്ല എന്നും രൂപയില്ല എന്നും ബുക്കില്ല എന്നൊക്കെ. അങ്ങനെ അവർ രാവിലെ എണീക്കുമ്പോൾ എൻ്റെ കരങ്ങളിൽ ഇവയെല്ലാം കൊണ്ടുവന്ന് എന്നെ വളരെ ആത്മാർത്ഥമായി ദൈവത്താൽ എനിക്ക് അനുഗ്രഹങ്ങൾ കിട്ടുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഞാൻ അവിടെ ഗ്രാജുവേറ്റ് ചെയ്തു. സ്വന്തം നാട്ടിൽ തന്നെ ഞാൻ കടന്നു വന്നു. ഞാൻ വീട്ടിൽ വരുമ്പോൾ എൻ്റെ ഭാര്യ ഈ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുകയോ യേശുവിനെ ആരാധിക്കാനോ മനസ്സില്ലാത്ത ഒരവസ്ഥയായിരുന്നു. എന്നാൽ ഞാൻ അവളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, യേശു ജീവിക്കുന്ന ദൈവമാണ്, യേശു സമാധാനം തരും, യേശു സന്തോഷം തരുമെന്നെല്ലാം. അവൾ അംഗീകരിക്കത്തില്ലായിരുന്നു. എന്നാൽ ഒരു ദിവസം പെട്ടെന്ന് ബ്രസ്റ്റിലൊരു നീര് കടന്നു വന്നു. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ ഞങ്ങൾ കടന്നുപോയി പരിശോധിച്ചപ്പോൾ അവൾക്ക് ക്യാൻസറിൻ്റെ രോഗമെന്ന് പറഞ്ഞു. ആ ബ്രസ്റ്റ് മാറ്റണമെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നാൽ വളരെ വേദനയോടെ ഞങ്ങൾ ആ ക്യാൻസർ സെൻ്ററിൻ്റെ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നടന്നു വരുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ കാണാം, പുറകോട്ട് നോക്കിയപ്പോൾ ഉള്ളൊരു മരത്തിൻ്റെ ചുവട്ടിൽ കരം ഉയർത്തി നിൽക്കുന്നതായിട്ട് കണ്ടു. അവൾ ദൈവത്തോട് പറഞ്ഞു, എൻ്റെ ബ്രസ്റ്റ് നഷ്ടപ്പെട്ടവളായി കഴിയുന്നതിനെക്കാട്ടിലും യേശുവിനെ സ്വീകരിച്ച് യേശുവിനെ സ്നേഹിച്ച് ആരാധിച്ച് ജീവിക്കുന്നത് ജീവിതത്തിൽ എത്രയോ ഭാഗ്യമെന്ന് ചിന്തിച്ചു. അങ്ങനെ ഞാനും എൻ്റെ വൈഫും കൂടെ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തമിഴ്നാട്ടിൽ ഒരു സഭയിൽ പോയി സ്നാനപ്പെടാൻ ദൈവം അവസരം തന്നു. അങ്ങനെ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവളുടെ ആ രോഗം പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ചതായിട്ട് കണ്ടു. ദൈവാത്ഭുത സൗഖ്യം തന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സ്വന്തം ദേശത്ത് തന്നെ കർത്താവിൻ്റെ വേലയിലായിരിക്കാൻ ദൈവം സഹായിച്ചു. പല കഷ്ടതകൾ, പല പ്രതികൂലങ്ങളൊക്കെ ആ ദിവസങ്ങളിൽ കടന്നു വന്നു. എങ്കിലും ആ സ്ഥാനത്തെല്ലാം ദൈവം നടത്തി. ഇന്ന് ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. ഒരാൾ സിവിൽ എഞ്ചിനീയർ പഠിക്കുന്നു, ഒരാൾ മോള് വിവാഹം കഴിഞ്ഞു, അവൾ നേഴ്സാണ്, അടുത്തൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. ഇന്ന് ഞാൻ എവിടെയാണോ ഈ ശില്പങ്ങളും കലാകാര്യങ്ങൾ ചെയ്തുവോ ആ റൂം ഇന്ന് ഞങ്ങൾക്ക് ആരാധിക്കാനുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ഹോളാക്കി ദൈവം തന്നു. ഇപ്പോഴും 50-60ഓളം വിശ്വാസികൾ ഞങ്ങളോടൊപ്പം ഇവിടെ ആരാധനയ്ക്ക് കടന്നു വരുന്നു. ഈ ദേശത്തിൻ്റെ മധ്യേ ഞങ്ങൾ സന്തോഷത്തോടെ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഇത് എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ രണ്ടുപേരും
ഈ രോഗങ്ങൾ വന്ന് ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയെങ്കിൽ, ഇന്ന് ഈ യേശുവിനെ കാണാതിരുന്നെങ്കിൽ അന്നേ ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. യേശു ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. ഇന്ന് ഞങ്ങൾ നിത്യമായ സന്തോഷവും സമാധാനവും അനുഭവിപ്പാൻ ദൈവമിടയാക്കിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും ഒത്തിരി കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുണ്ട്. ദൈവം ഇത്രയും നല്ലൊരു കർത്താവിനെ മരുഭൂമിയിൽ കാണാൻ ഞങ്ങൾക്ക് തന്ന വലിയ ഭാഗ്യമാണ് എന്ന് കരുതുന്ന അനേകർക്ക് ഞങ്ങളെ കൊണ്ടുവന്ന ഒരു ആശ്വാസമായി, ഒരു സമാധാനമായി ദൈവത്തിൻ്റെ മുമ്പിൽ നിൽപ്പാൻ സർവശക്തൻ കൃപ തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. മികച്ച ചിത്രകാരനായ വിജയൻ കൃഷ്ണൻ തൻ്റെ കലാവൈഭവത്തെ ഇപ്പോൾ യേശുവിൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കുന്നു. ദൈവം കനിഞ്ഞു നൽകിയ ഈ ജീവിതം ഇനി യേശുവിനായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. മാറാരോഗികളെ കാണുമ്പോൾ മനസ്സു പറയും, എന്നെ സൗഖ്യമാക്കിയ ക്രിസ്തു ഏത് രോഗാവസ്ഥയിൽ നിന്നും വിടുതൽ നൽകുന്ന ദൈവമാണ്.